നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, രാഹുൽ വാണിയമ്പാറയാണ്. പാലക്കാടൻ കാഴ്ചകളാണ്, സുന്ദരമായ കാഴ്ചകൾ. നമ്മുടെ നാട് നെല്ലറയുടെ നാട്. അതല്ലേ പുതിയ തലമുറയ്ക്കൊന്നും ചിലപ്പോൾ നെല്ലെന്താണെന്നോ അരി എങ്ങനെ ഉണ്ടാവുന്നോന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ കണ്ടം പൂട്ടുണ്ട്, വളരെ രസകരമാണ്. പാലക്കാടൻ വഴികളിലൂടെ വന്നു കഴിഞ്ഞാൽ കണ്ടം പൂട്ടുന്നതും മറ്റും കാണാൻ വലിയ ഒരു സൗന്ദര്യമാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അന്യ സംസ്ഥാനത്തു നിന്നും വന്ന തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്ന രസകരമായ കാഴ്ചയാണ്. ഹായ് हेलो मैं तो पश्चिम बंगाल से आया हुआ है, ठीक है। ये काम करने के लिए आया इधर पश्चिम बंगाल से। काम किधर से सीखा? मैं बांग्लादेश से सीखा। बंगाल में सीखा? बंगाल में सीखा काम। ये आया केरला में काम करने के लिए। काम करने के എത്ര വർഷമായി ഈ ജോലി ചെയ്യുന്നു? कितने साल हो गया ये काम करने? 10 साल हो गया। 10 साल हो गया। 10 साल हो गया इधर काम करने के लिए आया। ഇതൊക്കെ പഠിച്ചത് അവിടെ തന്നെയാണോ? अरे बंगाल में। ബംഗാളിൽ നിന്നാണ്. बंगाल में वो पूरा काम सीखा बंगाल से सीखा, इधर आया काम करने के लिए। 10 साल से काम कर रहा है। 10 साल से इधर काम कर रहा है बस। ഈ ചേട്ടനാണ് കേട്ടോ ഇതിന്റെ മെയിൻ ആള്, ഇവരെയൊക്കെ നോക്കുന്നത്. നമസ്കാരം. ഇപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ പോകുന്നത്? ഇവിടുത്തെ വർക്കുകൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവര് രാവിലെ 6 മണിക്ക് വരും. 6 മണിക്ക് വന്നിട്ട് ഞാറ് വലിക്കും. ഞാറ് വലിച്ചിട്ട് പിന്നെ അവർ നടും. അങ്ങനെയാണ് ഒരു ഉച്ച ഒരു 2 മണി വരെ അവർ പണിയെടുക്കും. അത് കഴിഞ്ഞ് അവർ അപ്പോഴേക്കും ഇവർ 50 പറ നടും ഒരാള്. ഇവർക്കിപ്പോ നമ്മളിപ്പോ ഒരു പാടത്തൊക്കെ ഇങ്ങനെ നടണമെങ്കിൽ എത്ര വെച്ച് കൂലി കൊടുക്കണം? അതിപ്പോ ഒരു ഏക്കറിന് 4000 രൂപ വെച്ച് കൊടുക്കും. 4000 വെച്ച് അങ്ങനെയാണല്ലേ? ഒരു പറയ്ക്ക് 400 രൂപ. അത് 10 സെന്റിന് 400 രൂപ, 100 സെന്റിന് 4000 രൂപ. അങ്ങനെയാണ് അതിന്റെ കണക്ക് ഇപ്പോൾ വരുന്നത്. പിന്നെ പെണ്ണുങ്ങൾ നടുകയാണെങ്കിൽ 5500 രൂപ. പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ചേട്ടൻ്റെ പെണ്ണുങ്ങളും ഉണ്ടോ? പെണ്ണുങ്ങൾ എനിക്കുണ്ട്, പക്ഷെ അവരില്ല, ഇപ്രാവശ്യമില്ല. ഇപ്രാവശ്യം ഇല്ല അല്ലേ? എനിക്കൊരു 5 ഏക്കർ കൃഷിയുണ്ട്. അതെ അല്ലേ? ഇത് ചേട്ടൻ്റെ സ്വന്തം കൃഷിയാണോ? ഓ അതെ. ഓക്കെ. 5 ഏക്കറുണ്ട്. അപ്പൊ ഇവര് വിളിച്ചിട്ട് വന്നതാണ്? അതെ, ഞാൻ വിളിച്ചിട്ട് വന്നതാണ്. ചേട്ടന്റെ സ്ഥലമാണ് ഇത് അല്ലേ? അതെ അതെ. ഇവര് കൊണ്ടുപോകുന്ന അങ്ങനത്തെ സപ്ലൈ ചെയ്യുന്ന ആളൊന്നല്ല? അല്ല, എന്റെ സ്വന്തം സ്ഥലമാണ്. എന്റെ ഓണർഷിപ്പിലുള്ള സ്ഥലമാണ്. എന്റെ അയൽപക്കം ഇയാളാണ്. അതല്ലേ? നമസ്കാരം. ഇതിലൊരുന്ന ആളാണ്. അപ്പോ പുള്ളിയൊക്കെ അയൽപക്കമാണ്. അതല്ലേ? ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ സ്വന്തം സ്ഥലങ്ങളാണ്. പുള്ളിക്കും സ്വന്തം സ്ഥലമാണ്. പിന്നെ അതാണ് എന്റെ കാര്യസ്ഥൻ. അതല്ലേ? പുള്ളി. എങ്ങനെയുണ്ട് കൃഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാഭം നഷ്ടം എന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഉമ്മൻചാണ്ടി ഉള്ള സമയത്ത് സത്യം പറയാലോ, കൃഷി ഭയങ്കര ലാഭമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പിന്നെ പൂട്ടുകൂലി തരും, അലവൻസ് അങ്ങനെയൊക്കെ തരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒട്ടും കിട്ടുന്നില്ല, ഒന്നും കിട്ടണില്ല. 3-4 കൊല്ലമായിട്ട് പിണറായി വന്ന പിന്നെ കിട്ടിയിട്ടില്ല. പിണറായി വന്ന പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. പിണറായി ഒന്നും തരണമില്ല. അവനെ എപ്പോഴും ഇല്ല പറയും. പക്ഷെ ദൂരത്തിനൊന്നും, അതായത് പൂട്ടുകൂലി കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. പൂട്ടുകൂലി കിട്ടുന്നില്ല, നടിയിലൊരു അലവൻസ് ഉണ്ട്, അത് കിട്ടുന്നില്ല. പിന്നെ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ഈ വീഡിയോ മുഖ്യമന്ത്രി കാണാനിടയാവട്ടെ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് പരിഹരിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇതാണ്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ അമ്മമാര് ഞാറും നടുന്നുണ്ട്. അവരുടെ വിശേഷങ്ങൾ കൂടി ചോദിച്ചറിയാം. പാലക്കാടൻ സുന്ദര കാഴ്ചകൾ കാണുന്നത്ര സുന്ദരല്ല ഇവിടെ പണിയെടുക്കല്. അപ്പോൾ അല്ലേ, നമുക്കിപ്പോൾ അമ്മമാരുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ കൂട്ടുന്ന, നമ്മുടെ മുന്നിലൊക്കെ അന്നമായി എത്തുന്നത് ഈ പാടശേഖരങ്ങളിൽ നിന്നാണ്. കേരളത്തിൻ്റെ നെല്ലറ പാലക്കാട്, അതുപോലെ തന്നെ വടക്കഞ്ചേരിയിലാണ്. ഇത് നമ്മുടെ വടക്കഞ്ചേരിയിൽ നിന്നും ചീരക്കുഴി പോകുന്ന ഭാഗം അല്ലേ? ചെറാമ്പാടം എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ നേരത്തെ ബംഗാളികൾ അവിടെ ഞാറ് നടുന്നത് കണ്ടു. അപ്പോൾ ഈ അമ്മമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അമ്മേ കേൾക്കണം. പറയും. ഞങ്ങളുടെ പണി തന്നെ, ഈ പണി ഞങ്ങൾക്ക് കിട്ടണം, അത്രേ തന്നെ ഉള്ളൂ. അവരൊക്കെ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പണി അവസാനിക്കും. അവരൊക്കെ ഇറങ്ങിയ പക്ഷെ ഈ മേഖലയിൽ ഇപ്പൊ ഒരുപാട് പേര് വരുന്നുണ്ട് പണിയാനൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലേ? നിങ്ങളെ പോലെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളും ഉണ്ട്. അതുപോലെ ആ ഭാഗത്തും കണ്ടില്ലേ? അങ്ങനെ എല്ലാവരും വന്ന് ഒക്കെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ചന്തം പോലെ ചെയ്തിട്ട് പോകും. അതൊക്കെ തന്നെ ഇപ്പോൾ പറയാനുള്ളത്.
അമ്മയ്ക്ക് എന്താണ് അവരും നമ്മളൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങള്? അവര് നടന്ന ഞങ്ങള് ഫ്രീ ആയിട്ട് തണ്ട നട്ട് കഴിഞ്ഞാൽ അവിടെയും അത് വെള്ളം മുങ്ങ പോവുകയോ ചെയ്യില്ല. അവരിങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഓടും. അത് കൊറ്റിയിരുന്നാൽ പോകും, വെള്ളം കാട്ടി വന്നാൽ പോകും. ഇത് ഇനിയില്ലേ, ഇത് 2ാം പ്രാവശ്യം ഞങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഇതിൽ ചെയ്യണ്ട, നമ്മൾ നടന്നേയില്ല. അതൊക്കെ തന്നെ. കൂലിയൊക്കെ എങ്ങനെയാണ്? അപ്പൊ തന്നെ തരുമോ അതോ? കൂലിയൊക്കെ കണ്ടത്ത് പണി വരമ്പി കൂലി, അത്ര അതൊന്നും കുഴപ്പമില്ല. ഈ കൃഷി ഇങ്ങനെ ചെയ്യുമ്പോ മനസ്സിനൊരു സുഖം, സന്തോഷമുണ്ട്. പണി കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ. പശു കിടക്കണ പോലെയല്ലല്ലോ. പണി കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട്. ഇനി നാളെയും കിട്ടണേ പണി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഉണ്ടാക്കി തന്ന പണി മതി. അതാണ്, പുറം മുതൽ വേണമെന്നില്ല. പോരെ പോരെ സംസാരമാണ് അത്. അതെ, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അവരൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത കാരണം ഒരുപാട് പണി എടുക്കുന്നുണ്ട്. ഇത് മയത്തില്ല, അത് 2ാം വർഷമായില്ലേ, 2ാം വർഷമായി. ഇനി ഇതിൽ കള പറിക്കാനുണ്ടാവും. അത് ചിലവർ വിളിക്കില്ല, അവരവർ തന്നെ ചെയ്യും. ഞങ്ങൾക്ക് പണിയില്ല. പിന്നെ തൊഴിലുറപ്പ് കിട്ടണേ എന്നാണ് ഇപ്പോൾ. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. തൊഴിലുറപ്പ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതും ഇതുമൊക്കെ കൂടിയാകുമ്പോൾ അങ്ങനെ തട്ടിമുട്ടി പോകും. അമ്മയുടെ പേരെന്താണ്? എന്റെയാ കോമളം. രാജമ്മ. സുന്ദരി. ലക്ഷ്മി. എന്താണ് അമ്മയുടെ പേര്? കുഞ്ഞുലക്ഷ്മി. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളെയൊക്കെ കാണാൻ. എൻ്റെ അമ്മാമ്മയും അച്ചമ്മയൊക്കെ ഇതുപോലെ പണിയെടുത്ത ആളുകൾ തന്നെയാണ്. ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിൽ നെല്ലൊക്കെ കൊണ്ടുവന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പുതിയ തലമുറയ്ക്ക് ഈ ജോലിയുമായിട്ട് വരുന്നുണ്ടാ? പുതിയ പ്രായം കുറഞ്ഞവരൊക്കെ വരില്ല. ഇനി വരില്ല. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ കണ്ടെത്തിറങ്ങാൻ ആളില്ല. പിന്നെ ഇവരൊക്കെ വരണം, ഈ ബംഗാളികളൊക്കെ ഇവരൊക്കെ വന്നിട്ട് തന്നെ വേണം. ഇപ്പൊ ഇത് കുറച്ച് ഉള്ള ആൾക്കാരേ ഉള്ളൂ. അത് കഴിഞ്ഞു 500. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതേ, ഇപ്പം നല്ല വിദ്യാഭ്യാസ സമ്പന്നരായ സ്ത്രീകൾ പല ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ 9,000, 7,000, 8,000 ഒക്കെയാണ് കിട്ടുന്നത്. ഒരു മാസം കിട്ടുന്ന തുകയാണ്. അപ്പോൾ നമ്മൾ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ജോലി ചെയ്യാൻ തയ്യാറാവണം. കാരണം നമ്മൾ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ നമ്മുടെ നാട്ടിലും കൂലിയുള്ള ജോലികളുണ്ട്, പക്ഷെ കിട്ടാൻ ആളുകൾ തയ്യാറല്ല. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലുള്ള മേഖലയിലേക്ക് വന്നില്ലെങ്കിൽ അന്യ സംസ്ഥാന ആളുകൾ വന്നുകൊണ്ട് നമ്മുടെ നാടിനെ കീഴടക്കും. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ പണി കുറഞ്ഞത് എല്ലാ പണിയൊക്കാരും ശരിക്കും നമ്മുടെ ആളുകളുടെ ഒരു മടിയും ഉണ്ടെന്ന് പറയാം. ആൾക്കാർ വന്നിട്ട് കുട്ടികളെ ഞങ്ങളുടെ കൂടെ നിന്ന് നടിച്ചു. അവർക്ക് പഠിക്കാൻ വേണ്ടി അല്ല, ആ കുട്ടികൾക്ക് ചളിയിൽ ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. നമ്മളിങ്ങനെയാണ് നെല്ല് നട്ടുണ്ടാക്കി നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ഒരു അന്നം പോലും കളയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് നടിച്ചു. എത്ര വന്ന കുട്ടികള്. പഠിക്കണം. കാരണം നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ സുന്ദരമായ കാഴ്ചയിൽ സെൽഫി എടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു മേഖലയ്ക്ക് നിങ്ങൾക്ക് സാമ്പത്തികമുണ്ട്, പണി ചെയ്താൽ കൂലിയുണ്ട്. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ ആ ഒരു ടെൻഡൻസിയിലേക്ക് എത്തുക. എന്തായാലും പാലക്കാടിൻ്റെ സുന്ദരമായ കാഴ്ചകളാണ്. അതുപോലെ കുറച്ച് ഇൻഫർമേഷൻ കിട്ടി. കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. കുറച്ച് ചൂടാവുമ്പോൾ പ്രശ്നമല്ല, ഇറങ്ങി ചായ കുടിക്കുക. എന്നാൽ കുഴപ്പമില്ല അമ്മ, ഞങ്ങള് കുടിച്ചു. അപ്പോൾ വളരെയധികം സന്തോഷം. ഓക്കെ, ഇനി നമുക്ക് കണ്ടുമുട്ടാം. ഇത് നമ്മുടെ വടക്കഞ്ചേരി അപ്ഡേഷൻ എന്നുള്ള ചാനലാണ്. അയച്ചു തരാം കേട്ടോ. ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ, പ്രത്യേക വൈബാട്ടാ. നമ്മൾ ഈ പാടത്തിൻ്റെ നടുക്ക് വന്നിട്ട് ഇങ്ങനെ കാറ്റ് കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നല്ല സ്പോട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ വരണം, ഇവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കണം. ഒരു രക്ഷയില്ല. കണ്ണിന് കുളിർമയേകുന്ന നല്ല കിടിലൻ കാഴ്ച, അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റിയ പ്രത്യേക വൈബ്. നമ്മുടെ ജീവിതത്തിലൊന്നും ഒരിക്കലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ മിസ്സാക്കരുത്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇന്ന് ബംഗാളികൾ ഞാറ് നടന്നു കണ്ടു. അതുപോലെ തന്നെ മലയാളികളായ അമ്മമാർ ഞാറ് നടന്നു കണ്ടു. അപ്പോൾ അവരുടെയൊക്കെ വിഷമങ്ങളും അതുപോലെ അവരൊരു സന്തോഷവും രണ്ടും കൂടി ഒരു
പ്രത്യേക വൈബ് എന്ന് പറയാം, അതൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇതുപോലുള്ള വാർത്തകൾ ഇൻഫർമേഷനൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.